ഹലോ. ബാംഗ്ലൂരിൽ ഒരാഴ്ച നിൽക്കാൻ പോയപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പണി പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്കുള്ള പണികൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ചിക്ക്മാംഗ്ലൂർ പണിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരാഴ്ചത്തെ അലക്കാത്ത ഡ്രസ്സ് ചാക്കി കെട്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് എത്തിയത് കേട്ടോ. രാവിലെ എണീറ്റ ഉടനെ ഞാൻ ആദ്യം ചെയ്തത് വാഷിംഗ് മെഷീൻ ഓണാക്കിയിട്ട് പറ്റാവുന്നത്ര ഡ്രസ്സൊക്കെ അതിലിട്ടു. ബാക്കി ഡ്രസ്സുകൾ അടുത്ത ട്രിപ്പിന് കഴുകാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ വീട് ക്ലീനാക്കാനുള്ള പരിപാടി ആരംഭിച്ചു കേട്ടോ. 1.5 മാസമായിട്ട് വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ എല്ലാം കാണാനും ഉണ്ട്. അങ്ങനെ ഞാൻ ആദ്യം ചെറുതായി ഒന്ന് അടിച്ചു വാരി, പിന്നെ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയാക്കാൻ തുടങ്ങി. ബാംഗ്ലൂർ വന്ന പിന്നെയാണ് ഞാൻ ഇത്രയ്ക്കധികം പാറ്റകളെ ആദ്യമായിട്ട് ഒരുമിച്ച് കാണുന്നത്. വീട് മുഴുവൻ പാറ്റകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പണ്ട് +2 പഠിക്കുമ്പോൾ കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ അന്വേഷിച്ച് നടന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ എത്ര തിരഞ്ഞിട്ട് എനിക്ക് പാറ്റേനെ കിട്ടിയില്ല കേട്ടോ. പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയപ്പോൾ പാറ്റേനെ കൊണ്ടുവരാത്തവരാരും ലാബിൽ കയറണ്ടെന്ന് സുവോളജി സാറ് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ക്ലാസ്സിലിരിക്കേണ്ടി വന്നു. അങ്ങനെ ജീവിതത്തിലെ ആദ്യത്തെ സുവോളജി ലാബ് എനിക്ക് മിസ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അതിലെനിക്കിപ്പോഴും ഒരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. കാരണം ഞാൻ അന്നൊരു ചെറിയൊരു പഠിപ്പിസ്റ്റ് ആയിരുന്നു. അന്ന് ശരിക്കും ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളും മാത്രമല്ല പാറ്റേനെ കൊണ്ടുവരാഞ്ഞ്. ബോയ്സിലെ കുറച്ച് പേരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് എങ്ങനെ പാറ്റേനെ കിട്ടിയതെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവർ ഉച്ചയ്ക്ക് പാറ്റേനെ അന്വേഷിച്ച് നേരെ സ്കൂളിലത്തെ കഞ്ഞിപ്പുരയ്ക്ക് പോയത് എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. കഞ്ഞിപ്പുരയിൽ അരിച്ചാക്ക് മാറ്റിയപ്പോൾ അവർക്ക് വേണ്ട പാറ്റേനെ അവർക്ക് കിട്ടി അവിടുന്ന്. ഇനി അടുത്ത ആഴ്ചയെ സുവോളജി ലാബുള്ളൂ. എന്തായാലും അടുത്ത സുവോളജി ലാബിലെങ്കിലും പാറ്റേനെ കൊണ്ടുവന്ന് ലാബിൽ കയറണമെന്ന് എനിക്കൊരു വാശിയായിരുന്നു. അന്ന് സ്കൂൾ വിട്ടതും ഞാൻ വീട്ടിൽ പോയി പാറ്റേനെ തിരയലായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ വിട്ടില്ലല്ലോ. ഞാൻ വീണ്ടും പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ തിരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്കൊരു പാറ്റേനെ കിട്ടിയിട്ടോ. പാറ്റേനെ കിട്ടിയാൽ മാത്രം പോരല്ലോ, ലാബുള്ള ദിവസം വരെ ഇതിനെ ജീവനോടെ വെക്കണ്ടേ. അങ്ങനെ ഞാൻ എവിടെ നിന്നോ ഒരു പ്ലാസ്റ്റിക് ഡപ്പയൊക്കെ എടുത്തിട്ട് പാറ്റേനെ നൈസായിട്ട് അതിലേക്ക് കയറ്റി. എന്നിട്ട് അതിന് ചോറൊക്കെ കൊടുത്തിട്ട് വളർത്തി. അടുത്ത ലാബിന് ഞാനും എൻ്റെ പാറ്റയായിട്ട് പോയി. ഈ ജീവനോടുള്ള പാറ്റേനെ എങ്ങനെ ഡിസെക്റ്റ് ചെയ്യാമെന്ന് എനിക്ക് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സുവോളജി സാറ് വന്നിട്ട് ലാബിൻ്റെ നടുക്കുള്ളൊരു ടേബിളിൽ ഒരു കുപ്പി കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് എല്ലാവരോടും കൊണ്ടുവന്ന പാറ്റേനെ അതിലിടാൻ പറഞ്ഞു. ആ കുപ്പിയിൽ ക്ലോറോഫോം ഉണ്ടായിരുന്നു. ക്ലോറോഫോമിൻ്റെ ശക്തിയിൽ പാറ്റകളൊക്കെ പാതി മയക്കത്തിലായിട്ടോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു. എന്താണെന്നറിയോ? ഇങ്ങനെ കുപ്പിയിലേക്ക് പാറ്റേനെ മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാറ്റ പുറത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് പെൺകുട്ടികൾ അവിടെ കിടന്ന് നല്ല ബഹളമായിരുന്നു. ഞാനൊരു സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ കയറി നിന്നു. അതൊക്കെ കണ്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ കുറേ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എത്ര തിരഞ്ഞിട്ടും കിട്ടാത്ത പാറ്റയാണ് ഇന്ന് എനിക്ക് ശല്യമായിട്ട് മാറിയേക്കണേ. അല്ലെങ്കിലും വേണ്ട സമയത്തൊന്നും നമുക്കൊന്നും കിട്ടാറില്ലല്ലോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം കാണുള്ളൂ. 1 മാസം മാറി നിന്നപ്പോഴേക്കും അരിയിലും ഫ്രിഡ്ജിലും വാഷിംഗ് മെഷീനിലും വരെ പാറ്റയാണ്. കഥ പറഞ്ഞ് ചെയ്യുന്ന കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. അപ്പം നമ്മുടെ വീടൊക്കെ ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഉച്ചത്തേക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മാങ്ങയൊക്കെ ആയിട്ടാട്ടോ ഞാൻ വന്നത്. അതിലൊരു മാങ്ങ എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ചെനച്ച മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വേറെ എന്തേലും കറികൾ വെക്കാമെന്ന് വെച്ചാൽ ഈ വീട്ടിലൊരു പച്ചക്കറിയും ഉണ്ടായിരുന്നില്ല. ആദ്യം മുതൽ പുറത്തുനിന്ന് വാങ്ങണം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ മോരുണ്ട്. അപ്പോൾ അതും അച്ചാറും മതി ഇന്നത്തെ ഭക്ഷണത്തിന്. അച്ചാറുണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞാൻ ചോറ് കൂടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊന്നേരി ആയതുകൊണ്ട് അധികം വേവില്ല, പെട്ടെന്ന് ആയിക്കോളും. ബാംഗ്ലൂരിൽ 126 യൂണിറ്റ് വരെ കറണ്ട് ഫ്രീ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ LPG അധികം ഉപയോഗിക്കാറില്ല. ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് കൂടുതലും പാചകം ചെയ്യാറ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കടുകൊക്കെ വറുത്തിട്ട് ഒരു സിമ്പിൾ അച്ചാർ ഞാൻ ഉണ്ടാക്കിട്ടോ. വീണ്ടും ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നു. വീട് മൊത്തത്തിലൊന്ന് തുടയ്ക്കണം. തുടയ്ക്കാൻ അത്ര പണിയൊന്നുമില്ല കേട്ടോ. 2 റൂമും ഒരു കിച്ചണും പിന്നെ ഒരു ഹാളും മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് തീരും. അങ്ങനെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ കയറി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം 12:30. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഫ്രിഡ്ജിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വറുത്ത മീനുണ്ടായിരുന്നു. തണുപ്പ് പോവാനായിട്ട് ഞാനത് പുറത്തേക്ക് എടുത്തു വെച്ചു. അപ്പോഴേക്കും ഹസ്ബൻഡ് എത്തിയിരുന്നു. മാംഗോ ബാറുമായിട്ടാണ് കക്ഷി എത്തിയിരിക്കണേ. ആദ്യം മാംഗോ ബാർ കഴിച്ചിട്ടാകാം പിന്നെ ഫുഡ് കഴിക്കലെന്ന് വിചാരിച്ചു. ശേഷം മീൻ ഒന്നുകൂടി എണ്ണയിലിട്ട് ചൂടാക്കി.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഹസ്ബൻഡ് വീണ്ടും ജോലിക്ക് പോയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ വെച്ചിരുന്നു. ഏകദേശം ഒരു ചാർജ് കയറിയതോടുകൂടി ഞാനതെടുത്ത് ഓഫാക്കി. വൈകുന്നേരം വിളക്കൊക്കെ കൊളുത്തി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നല്ല ബോറടി ആയിരുന്നു. അപ്പോൾ കുറച്ചു നേരം പുറത്തിറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജോലിയൊക്കെ മാറ്റിയിട്ട് ഹസ്ബൻഡ് വരുന്നത് കണ്ടത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടിയിൽ കയറിയിട്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയിട്ടോ. ഈവനിങ് ഇതുപോലെ പുറത്ത് കറങ്ങുന്നത് ഞങ്ങൾക്കൊരു പതിവാണ്. കറങ്ങുക മാത്രമല്ല, എന്തെങ്കിലും കഴിക്കുക എന്നാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ആ ഉദ്ദേശം അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയത് മൊമോസ് കടയിലേക്കാണ്. ഞാൻ സാധാരണയായിട്ട് മൊമോസ് വാങ്ങുന്ന കട അന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വേറൊരു കടയിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഒരു പ്ലേറ്റ് സ്റ്റീംഡ് ചിക്കൻ മൊമോസ് വാങ്ങി. അങ്ങനെ നല്ല ചൂടോടുകൂടി ഒരു പ്ലേറ്റ് കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ സ്ഥിരം ജ്യൂസ് കടയിലേക്കാണ് കേട്ടോ. ഇതൊരു മലയാളിയുടെ കടയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ജ്യൂസ് വാങ്ങാറ്. ഇവിടെ വരുന്ന കൂടുതൽ കസ്റ്റമേഴ്സും മലയാളികൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു മാംഗോ ജ്യൂസും ഒരു ചോക്ലേറ്റ് ഷേക്കുമാണ് ഓർഡർ ചെയ്തത്. അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പച്ചക്കറി വാങ്ങാനാണ് പോയത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിലൊരു പച്ചക്കറി ഇല്ലായിരുന്നു. അപ്പം നാളത്തേക്ക് എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ. അങ്ങനെ പച്ചക്കറി കടയിലെത്തി. എന്തൊക്കെ വാങ്ങണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൈ കിട്ടിയ പച്ചക്കറികളൊക്കെ അങ്ങോട്ട് വാങ്ങി. നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ പച്ചക്കറികൾക്ക് വില കുറവാണ് കേട്ടോ. അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയും കിട്ടും. ഇവിടെ ഏറ്റവും കൂടുതൽ വില കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് തേങ്ങയ്ക്കാണ്. ഒരു തേങ്ങയ്ക്ക് 50 രൂപയായി. നാട്ടിൽ പിന്നെ തേങ്ങയൊന്നും വാങ്ങാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ വില അറിയില്ല. ഇനി നാളെ രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനും വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിയതിന് ശേഷം ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് പുട്ടുപൊടിയും കടലയും അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടോ ഞാനിവിടെയൊക്കെ കണ്ടിട്ട്. കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വെക്കേഷന് വന്ന് പോയതാണ്. പിന്നെ ഇപ്പോഴാണ് വരാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് സമയമായി. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഓണർ ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കയ്യിൽ വേറൊരു ചാവി ഉള്ളത് കൊണ്ട് ഗേറ്റൊക്കെ തുറന്ന് വീട്ടിലേക്ക് കയറി. ഞങ്ങൾ താമസിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. ശേഷം ചോറൊക്കെ ഒന്നുകൂടി ചൂടാക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.